Kerala and Karnataka, the glow of purity. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ളതാണ്. ചില ആഴ്ചകൾക്ക് മുന്നിൽ നടന്ന ചില നീക്കങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. ശബ്ദത്തിൽ നമ്മൾ കേട്ടത് രണ്ട് പ്രധാന വ്യക്തികളാണ്. ഒന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ, മറ്റൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഡാൻ കുര്യനാണ്. നിർണായകമായ ഈ ദൃശ്യങ്ങളും ഒപ്പം ഈ വാർത്തകളും ഡാൻ കുര്യനാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഡാൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, എന്നാണ് ഈ സംഭവം നടന്നത്? എന്തായിരുന്നു ഇതിന്റെ പശ്ചാത്തലം? സജിത്ത്, മാസങ്ങൾക്ക് മുമ്പ് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂർ നാടാലിലുള്ള ഔദ്യോഗിക വസതിയുടെ കന്നിമൂലയിൽ നിന്ന് കണ്ടെടുത്ത ആ കൂടോത്ര അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണവുമാണ് പ്രേക്ഷകർ അല്പസമയം മുമ്പ് കേട്ടിരിക്കുന്നത്. അതായത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ കടന്നു വന്നതിന് പിന്നാലെ മുതൽ അദ്ദേഹത്തെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. അതിന് അദ്ദേഹം എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വിവിധ തരത്തിലുള്ള പരിശോധനകൾ അദ്ദേഹത്തിന് ഈ എന്താണ് ആരോഗ്യ പ്രശ്നങ്ങളെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നടന്നു. പക്ഷേ ആ പരിശോധനകളിലൊന്നും അദ്ദേഹത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി കണ്ടെത്താൻ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന് കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആത്മീയ ആചാര്യനെ കൊണ്ട് ആ വീട്ടിൽ കൊണ്ടുവരണം, അവരുടെ സാന്നിധ്യത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നൊരു നിർദ്ദേശം വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആത്മീയ ആചാര്യൻ കെ സുധാകരന്റെ വീട്ടിലെത്തുകയും അദ്ദേഹം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷന്റെ കണ്ണൂരിലെ നടാലിലുള്ള വസതിയുടെ കന്നിമൂല കുഴിച്ച് പരിശോധിക്കുന്നതിനിടയിൽ കണ്ടെടുത്ത ഈ ചിത്രങ്ങളും അല്ലെങ്കിൽ ഈ രുദ്രാക്ഷം, അതോടൊപ്പം തന്നെ തകിടുകൾ, അതോടൊപ്പം അദ്ദേഹത്തെ അപായപ്പെടുത്തുക, അദ്ദേഹത്തിന്റെ ആരോഗ്യം ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പേരെഴുതി ഈ ആഭിചാരം ചെയ്ത ക്രിയകളുടെ അവശിഷ്ടങ്ങൾ അടക്കം അവിടുന്ന് വീണ്ടെടുക്കുകയായിരുന്നു. അതിനിടയിലാണ് KPCC അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ നേരിട്ടിരുന്നു, തലയ്ക്ക് ഭാരമുണ്ടായിരുന്നു, കാലിന് ബലക്കുറവ് തോന്നുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഈ ശബ്ദ സംഭാഷണത്തിൽ തന്നെ വ്യക്തമാക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇത് അവിടെ നിന്ന് കണ്ടെടുത്തതിന് ശേഷവും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. അങ്ങനെയാണ് ഈ ആചാര്യൻ വീണ്ടും അവിടേക്ക് കടന്നു വരുന്നത്. അതായത് 8 അടി പൊക്കത്തിൽ മതിലുള്ള, സദാസമയം CCTV ക്യാമറകളുടെ നിരീക്ഷണമുള്ള, അതോടൊപ്പം കേരള പോലീസിന്റെ സുരക്ഷയിലുള്ള വീടാണ് നടാലിലെ KPCC അധ്യക്ഷന്റെ വസതി. അദ്ദേഹത്തിന്റെ അവിടെ നിൽക്കുന്ന രാഷ്ട്രീയമായ എതിർപ്പുകൾ കാരണമാണ് അത്തരത്തിൽ സുരക്ഷ അവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതും. എന്നിട്ടാണ് ആ വീടിന്റെ കന്നിമൂലയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അദ്ദേഹത്തിന് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് കണ്ടെടുത്തതിന് ശേഷവും തുടരുന്നതിനിടയിലാണ് ഈ ആചാര്യനെ വീണ്ടും അവിടെ എത്തിക്കുന്നത്. അദ്ദേഹം വീണ്ടും KPCC അധ്യക്ഷനുമായി സംസാരിച്ച് തിരുവനന്തപുരത്തും സമാനമായ തരത്തിൽ അദ്ദേഹത്തിനെതിരെ കൂടോത്രം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ KPCC അധ്യക്ഷൻ ഇരിക്കുന്ന കസേരയുടെ സമീപത്തെ മേശയുടെ അടിയിൽ നിന്ന് സമാനമായ തരത്തിൽ തകിട് കണ്ടെടുക്കുന്നു. അദ്ദേഹം പേട്ടയിൽ മുൻപ് താമസിച്ചിരുന്ന വീടിന്റെ അടുക്കള ഭാഗത്തെ ഈ ഓടുള്ള ഭാഗത്ത് നിന്ന് സമാനമായ തരത്തിൽ തകിട് കണ്ടെത്തുന്നു. അതിനു പിന്നാലെ ഡൽഹിയിൽ MPമാരുടെ ഫ്ളാറ്റ് സമുച്ചയമായ നർമ്മദയിലെ കെ സുധാകരന്റെ ഫ്ളാറ്റിലെ കസേരയിൽ നിന്നും സമാനമായ തരത്തിൽ തന്നെ, സെറ്റിയിൽ നിന്ന് സമാനമായ തരത്തിൽ തന്നെ ഈ തകിടുകൾ കണ്ടെത്തുന്നു. ഇതെല്ലാം കണ്ടെത്തിയതിന് ശേഷം അത് നിർവീര്യമാക്കുന്ന തരത്തിലേക്ക് ആചാര്യൻ പിന്നീട് നീങ്ങുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ ഈ കർമ്മ രംഗത്തേക്ക് സജീവമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇനി പ്രധാനമായിട്ടുള്ള ചോദ്യം, ആരാണ് ഇതവിടെ നിക്ഷേപിച്ചത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഈ ആചാര്യൻ തന്നെ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ പേരുകൾ തെളിവുകളില്ലാത്തതിനാൽ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് പരിമിതിയുണ്ട്. മറ്റൊരു പ്രമുഖ നേതാവിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം വിശ്വസ്തനായി നടന്ന ഒരു ജീവനക്കാരൻ തന്നെയാണ് ഇങ്ങനെ ചെയ്തത് എന്ന വിവരങ്ങളാണ് ഈ ആചാര്യൻ KPCC അധ്യക്ഷനുമായും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആത്മമിത്രങ്ങളുമായും പങ്കുവെച്ചത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. സജിത്, ഡാൻ, എങ്ങനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിലേക്ക് വരുന്നത്? ശബ്ദത്തിൽ, ആ ശബ്ദ സംപ്രേഷണത്തിൽ വളരെ വ്യക്തമാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ശബ്ദവും. എന്താണ് ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്താനുള്ള പങ്കാളിത്തം?
ഈ കെ സുധാകരന് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായ സമയത്ത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് കൃത്യമായ ചർച്ചകൾ പാർട്ടിക്കകത്തൊക്കെ വളരെയധികം സജീവമായി നടന്നിരുന്നു. അതിനിടെയാണ് കെ സുധാകരന്റെ ആത്മമിത്രം കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ. ആ സമയത്ത് വലിയ ആത്മബന്ധത്തിലായിരുന്നു അവർ. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടാകാം എന്ന കാര്യം KPCC അധ്യക്ഷനുമായി പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആചാര്യൻ നടാലിലുള്ള KPCC അധ്യക്ഷന്റെ വസതിയിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. യെസ്, അതാണ് സാഹചര്യം. ഒപ്പം ഡാൻ, കോൺഗ്രസിനകത്ത് ഇത് ആദ്യ സംഭവമല്ല, മുമ്പും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം VM സുധീരന്റെ വീട്ടിൽ നിന്ന് പോലും ഇത്തരത്തിൽ കാര്യങ്ങൾ, ചില വസ്തുക്കൾ കണ്ടെടുത്തു. ഈ കാലത്തും ഇത്തരം വിശ്വാസങ്ങളുമായി നടക്കുന്നവരുണ്ടോ എന്നതാണ് അന്ന് VM സുധീരൻ എന്ന മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ചത്. നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ചോദിച്ച ആ ചോദ്യം യഥാർത്ഥത്തിൽ സുധാകരനിലേക്ക് എത്തുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം സുധാകരൻ വിശ്വസിക്കുകയാണ് ഇത്തരം കൂടോത്രങ്ങളാണ് തന്നെ തകർക്കുന്നത്, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിലും ഇങ്ങനെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ട് എന്നൊരു വസ്തുത കൂടിയുണ്ട് ഡാനിന്റെ. സ്വാഭാവികമായി വിശ്വാസം വ്യക്തിപരമായ കാര്യമാണ്. അത് വ്യക്തിപരമായി അത് ചിലർക്ക് അവരുടെ ആത്മബലം കൂട്ടുന്നതിന് വേണ്ടി ഈ ആത്മീയ ആചാര്യന്മാരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുമായി അത്തരത്തിൽ ഒരു സൗഹൃദം വെച്ച് പുലർത്തുന്നവരുണ്ട്. അവിടേക്ക് കൈകടത്തുക എന്ന് പറയുന്നത് നമുക്ക് എത്ര കണ്ട് അത് അനുയോജ്യമായ കാര്യമാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം ഒരു സംഭവം അത് കൃത്യമായി അവിടെ സംഭവിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരായി ഇങ്ങനെയൊരു നീക്കമുണ്ടായി. മുൻപ് നേരത്തെ സജിത്ത് സൂചിപ്പിച്ച പോലെ മുൻ KPCC അധ്യക്ഷൻ VM സുധീരന്റെ വസതിയിൽ നിന്നും സമാനമായ തരത്തിൽ തന്നെ ഈ തകിടുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ കൂടോത്രം ചെയ്തതിന്റെ തെളിവുകൾ കണ്ടെത്തിയിരുന്നു. അന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് രഹസ്യമായും പരസ്യമായും അതൊക്കെ പുറത്തുവിട്ടതുമാണ്. പക്ഷെ അതിനു പിന്നാലെയാണ് കോൺഗ്രസിന്റെ മുഖമായി മാറുന്ന KPCC അധ്യക്ഷനെതിരെ ഇങ്ങനെയൊരു നീക്കം നടന്നത് എന്നതാണ് അസ്വാഭാവികത. സ്വാഭാവികമായി കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പങ്കുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടായാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിലും കോൺഗ്രസിനുള്ളിലും ഉണ്ടാക്കുന്ന കോളിളക്കം ചെറുതായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് സജിത്ത്. യെസ്, അത് നിൽക്കട്ടെ. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോൺഗ്രസില് ഈ കൗടോത്രം അല്ലെങ്കിൽ ഇത്തരം ചില പുതിയ കാലഘട്ടത്തിലും ഇങ്ങനെ ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്ന കാര്യം നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. അദ്ദേഹം ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. City Gold, Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55 488 910.
Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമന്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ. കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000.
9061 178 0000. ടോൾ ഫ്രീ നമ്പർ 14